ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഇവിടുന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ്സ് ഓൾസോ ഫ്രം ദ സെയിം ടോപ്പിക്, ലോസ് ഓഫ് മോഷൻ തന്നെയാണ്. ദിസ് ടൈം ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അതും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് 5 kg ഈസ് പ്ലേസ്ഡ് ഓൺ എ റഫ് ഇൻക്ലൈൻഡ് സർഫസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇഫ് F1 is the force required to just move the block up the inclined plane and F2 is the force required to just prevent the block from sliding down, then the value of magnitude of F1 minus magnitude of F2 is the question. അപ്പം നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് ഈ കാണുന്ന കണ്ടീഷൻ നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. ആ റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കാണുന്നത് പോലെ ഒരു റഫ് ഇൻക്ലൈൻ പ്ലെയിനിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. സോ ദിസ് ഇസ് ദ ബോഡി. ഇഫ് ഇറ്റ് ഈസ് ദ ബോഡി, ദെൻ weight of the body mg is acting downward. ഈ mg നമുക്ക് ഇങ്ങോട്ട് കാണിച്ചേക്കാം. ദിസ് ഈസ് ദ കോമ്പോണൻ്റ് ഓഫ് mg എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ mg നമ്മൾ റിസോൾവ് ചെയ്യുകയാണ് ഫോർ 2 കോമ്പോണൻറ്റ്സ് ആയിട്ട് തന്നെ. നമുക്കറിയാം ഈ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. സോ ദിസ് ഈസ് mg cos theta. This could be mg cos theta, this will be mg sin theta. ഇതാണ് നമ്മുടെ ഈ ഒരു റിസോൾവ് ചെയ്താൽ ആ എം ജിയെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 കോമ്പോണൻറ്റ്സ് കിട്ടും. എം ജി കോസ് തീറ്റ ഹോറിസോണ്ടൽ കോമ്പോണൻ്റായിട്ട് എം ജി സൈൻ തീറ്റ വെട്ടിക്കണം. അപ്പം നമുക്കറിയാം ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ബോഡിയെ താഴോട്ട് വലിച്ചിരിക്കുന്നത് എം ജി സൈൻ തീറ്റയാണ്. ഇനി സപ്പോസ് ഇഫ് ദ ബോഡി ഈ സ്ലൈഡിങ് ഡൗൺ ആണെങ്കിൽ, ഡൗൺവേർഡ് എന്താണ് സ്ലൈഡിങ് കാണിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ദാറ്റ് ഇസ് F(r) എന്ന് കൊടുത്തേക്കാം. അപ്പം സ്ലൈഡിങ് ഡൗൺ ആണെങ്കിൽ എം ജി സൈൻ തീറ്റ മൈനസ് F(r) എന്നും, ഇനിയിപ്പോൾ സ്ലൈഡിങ് അപ്വേർഡ് ആണെങ്കിൽ മോഷൻ മേലോട്ടായിരിക്കുമ്പോൾ ഫ്രിക്ഷൻ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ F(r) താഴോട്ടായിരിക്കും. അതുകൊണ്ട് F1 ഞാനിങ്ങനെ എഴുതും, F1 ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ പ്ലസ് F(r) എന്ന് എഴുതും. അതുപോലത്തെ F2 ഞാനിങ്ങനെ എഴുതും, എം ജി സൈൻ തീറ്റ മൈനസ് F(r) എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്തേണ്ട കേസ്, ഒരു കേസിൽ നമുക്കറിയാം F1 എന്ന് പറഞ്ഞിരിക്കുന്ന ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് മൂവ് അപ്പ് ദ ബ്ലോക്ക് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പ് ദ ബ്ലോക്ക് ആണ്, ജസ്റ്റ് മൂവ് ദ ബ്ലോക്ക് അപ്പ് ആണ് കാണിക്കുന്നത്. F2 ഈസ് എന്താണ്, പ്രിവെൻറ്റിംഗ് ദ ബ്ലോക്ക് സ്ലൈഡിങ് ഡൗൺ ആണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 കേസുകളുടെ ഡിഫറൻസ് ആണ് നമ്മുടെ ചോദ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2F(r) എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ദാറ്റ് ഈസ് F1 മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 ആണ് ചോദ്യം. നമുക്ക് 2F(r) എന്ന് കൊടുത്തേക്കാം. ഇൻ കേസ് ഇഫ് യു ആർ ഫൈൻഡിങ് സം നെഗറ്റീവ് സൈൻസ് ആഫ്റ്റർ ദ കാൽക്കുലേഷൻ യു ക്യാൻ ജസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് മാഗ്നിറ്റ്യൂഡ് ആണ് പറയേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൊടുത്തേക്കാം. ഇനി F(r) എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം F(r) ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടൈംസ് ഓഫ് n ആണ്. ഇവിടെ n എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സർഫസിൽ നിന്ന് കിട്ടുന്ന നോർമൽ റിയാക്ഷൻ ആണ്. ഇതാണ് n എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് F(r) ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുത്തേക്കാം, മ്യൂ എം ജി കോസ് തീറ്റ എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് വാല്യൂ ഹിയർ 2 ഇൻറ്റു മ്യൂ എം ജി കോസ് തീറ്റ എന്ന് നമുക്ക് ഈ F(r)നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്താണ് മ്യൂ എം ജി കോസ് തീറ്റ. അങ്ങനെയാണ് വാല്യൂസ് വി കൻ സബ്സ്റ്റിറ്റ്യൂട്ട് 2 ഇൻറ്റു മ്യൂവിന് പകരം നമുക്ക് 0.1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എമ്മിന് നമുക്ക് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് തീറ്റ ഈസ് കോസ് 30, ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, √3/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന കേസിൽ ഒരു ജി വിട്ടുപോയിട്ടുണ്ട്, ഒരു 10ഉം കൂടി ഉണ്ട് ഇതിനകത്ത്. നമുക്ക് അതും കൂടെ അത് ഇവിടെ വിട്ടുപോയി. സോ ലെറ്റ് us മ്യൂ എം ജി കോസ് തീറ്റയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മ്യൂ എം ജി കോസ് തീറ്റയാണ്. സോ 2 ഇൻറ്റു 0.1 ഇൻറ്റു 5 ഇൻറ്റു 10 ഇൻറ്റു കോസ് 30 ആണ്. കോസ് 30 ആണ്. അപ്പോൾ നമുക്കിവിടെ 2 ഇൻറ്റു 0.1 ഈസ് 0.2 ഇൻറ്റു 10 ഈസ് 2. 2 ഇൻറ്റു എന്താണ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന കോസ് 30ക്ക് √3/2 കൊടുത്തേക്കാം. അപ്പോൾ 2 കട്ട് ചെയ്ത് വയ്ക്കും. നമുക്ക് എന്ത് കിട്ടും, 5√3 എന്ന് കിട്ടും.
സോ ആക്ച്വലി ദാറ്റ് ഓപ്ഷൻ ഈസ് നോട്ട് ഹിയർ ഇൻ ദിസ് ഗിവൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് 5√3 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു ഓപ്ഷൻ ഇല്ലാത്ത കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ചലഞ്ച് ഓക്കെ ദിസ് വൺ.